നമ്മുടെ ഈ വിവരം കൊണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? വിവരമുള്ളവരോട് ചോദിക്കും. അപ്പോൾ അങ്ങനെയെന്ന് പൃച്ഛകൻ എന്ന് പറയും, പ്രശ്നക്കാരൻ എന്നും പറയും. പ്രശ്നക്കാരല്ലെങ്കിലുണ്ട്, എന്നാലും ആ പ്രശ്നക്കാരനല്ല. ഏത് പ്രശ്നക്കാരൻ? നമ്മുടെ നാട്ടിൽ പ്രശ്നക്കാരൻ എന്ന് പറയില്ലേ? എന്ന് വെച്ചാൽ അവനൊരു പ്രശ്നക്കാരനാണ്, എവിടെ പോയാലും പ്രശ്നമാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ പ്രശ്നം എന്ന് പറഞ്ഞ അർത്ഥം ചോദ്യം എന്നാണ്. ചില ചോദ്യങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലേ? പിരിവെടുത്തു, കണക്ക് അവിടെ ചോദിച്ചു, പിന്നെ പ്രശ്നമായി. എന്തായി? കണക്ക് ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതിനകത്തൊക്കെ ഇഷ്ടമാണ്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ചെയ്യൽ എപ്പോഴും വിഷമാണേ. ഉത്തരം കയ്യിലില്ലാണ്ട് വരുമ്പോഴാണ് ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ എന്തും തോന്നുന്നത്, വിഷമം തോന്നണത്. അപ്പോൾ പ്രശ്നം പൃച്ഛ എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനമാണ്. അവിടെ നിന്നാണ് തുടക്കം. പൃച്ഛാച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കണേ. ഇപ്പം നമ്മളൊക്കെ ഇന്നതുണ്ട് വിഷമം എന്ന് പറയണമല്ലോ, നല്ല കിട്ടുള്ളൂ. അപ്പം നമ്മൾക്ക് ഇന്ന കാര്യം അറിയണം എന്നാരോട് പറയണം? ആ ദൈവജ്ഞനോട് പറയണം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവും ബോധവും ഉപാസനയും വെച്ചിട്ട് ആ ഈശ്വര വിവരം നമുക്ക് വെളിവാക്കി തരും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയൊക്കെ പൃച്ഛകൻ എന്നാണ് പറയുക. പൃച്ഛകൻ എന്ന് പറഞ്ഞാൽ ചോദിക്കാനുള്ള. അർജുനനാണ് ഇവിടെ എന്ത് ചെയ്യണത്? പൃച്ഛകൻ. അതാണ് പൃച്ഛാമി. ആ പ്രയോഗം കണ്ടില്ല? വാക്കന്നെ പ്രയോഗിച്ചത് പൃച്ഛാമി. ചോദിക്കുകയാണ്. ചോദിച്ചിട്ട് ആ ചോദിച്ചത് ഏത് നിലയിൽ നിന്നിട്ടാണ്? ഭൂമിയിലെ മഹിമകളെ കൊണ്ട് എൻ്റെ വിഷമം തീരില്ല, ദേവലോകത്തെ മഹിമകളെ കൊണ്ട് പോലും എൻ്റെ വിഷമം തീരില്ല. ശരിയാ. എന്താ കാരണം? അത് വേറെയാണ് വിഷമേ. അർജുനൻ്റെ ഉള്ളിൽ ഉള്ള വേവലാതി എന്നാണ്. അത് ഭഗവാൻ മനസ്സിലാക്കി. എന്നിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യണത്? മറുപടി കൊടുക്കണത്. അർജുനൻ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാന്റെ വർത്തമാനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് അതിനുള്ളൊരു മുന്നൊരുക്കാണ് ഇനി വരുന്നത്. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം. അപ്പോഴേക്കും എല്ലാവരും ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മുമ്പിലേക്ക് കയറിയിരുന്നോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അർജുനൻ്റെ അവസ്ഥകൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരു രൂപം കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ശേഷം ഇപ്പം അർജുനൻ്റെ ഈ ഒരു സമ്പ്രദായം ഇനിയിപ്പോൾ അവസാനിപ്പിക്കുക. എന്താ കാരണം? ആ വേവലാദികളുടെയൊക്കെ ഒരു വിഷയം ഉണ്ടല്ലോ, അവിടെ നിന്നാണല്ലോ ഇനി പുറപ്പാടാ. അപ്പോൾ ഏതാണ്ടത് അവസാനിക്കുകയായി. അതാ പറഞ്ഞത്. സഞ്ജയ ഉവാച. സഞ്ജയൻ പറയണ ഇനി. നമ്മൾ പറഞ്ഞില്ലേ, നിർത്തുമ്പോൾ പറഞ്ഞില്ലേ, സഞ്ജയനും ധൃതരാഷ്ട്രം കൂടി ഉണ്ടായ വർത്തമാനമാണ്. അതിൽ സഞ്ജയൻ എന്ത് ചെയ്തു? ചോദിച്ചതിന് മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു. 10 ദിവസം എന്താണ് മഹാഭാരത യുദ്ധം കാണാൻ കാഴ്ച കൊടുത്തതിൻ്റെ ശേഷം വേദവ്യാസർ പോയി. എന്നിട്ട് സഞ്ജയനെ രാജാവിനോട് ചോദിച്ചു, അങ്ങക്ക് കാണണോ ചോദിച്ചപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു? മറക്കരുത്. രാജാവ് പറഞ്ഞു, എനിക്ക് കാണണ്ടക്കിയത് നേരിട്ട് കാണാനൊന്നും വയ്യ, എനിക്ക് എന്ത് കേട്ടാൽ മതി? നീ കമൻട്രി കേട്ടാൽ മതി എന്ന് പറഞ്ഞത്. പന്ത് കളി കാണാനുള്ള കഥ ഇല്ല. എന്താ കാരണം? അതുമില്ല, പ്രാപ്തിയില്ല, കാണാൻ വയ്യ, യുദ്ധം കാണാൻ വയ്യ. പക്ഷെ കേൾക്കണതിന് വിരോധമല്ലേ? കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ പറയണോ ലേശം മയത്തിലല്ലേ പറയുള്ളൂ. ഒക്കെ ഒന്ന് വേണ്ടതും വേണ്ടാത്തതൊക്കെ നോക്കിയിട്ട് എനിക്കിപ്പോൾ അതേ വേണ്ടു. അങ്ങനെ സഞ്ജയനെ കൊടുക്കാമെന്ന് വെച്ചു. സഞ്ജയൻ എന്ത് ചെയ്തു? ഈ ദൃഷ്ടി വാങ്ങിയിട്ട് സഞ്ജയൻ എവിടെ ഇരുന്നാലും കാണാമെന്നുണ്ടെങ്കിലും സഞ്ജയൻ എന്ത് ചെയ്തു? കുരുക്ഷേത്രത്തേക്ക് പോയി, കുരുക്ഷേത്രം കാണാൻ. അങ്ങനെ കുരുക്ഷേത്രത്തിൽ ചെന്ന് മുഴുവനും നടന്ന് കണ്ട് എവിടെ ഇരുന്നാലും സൂക്ഷ്മമായിട്ട് കാണാവുന്ന വിധത്തിലുള്ള CCTV ക്യാമറയാണ്. അത് അവിടെ വെച്ച ദിക്കിലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ക്യാമറ വെച്ച ദിക്കിലല്ലേ കാണുള്ളൂ. ഇത് നടക്കണ എവിടെ അല്ലാത്ത ജാതി സംവിധാനമാണ്. അങ്ങനെയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ കുരുക്ഷേത്രത്തേക്ക് പോകേണ്ട കാര്യമൊന്നും ആർക്കില്ല, സഞ്ജയനില്ല. എന്നിട്ടും സഞ്ജയൻ ആ കുരുക്ഷേത്രം കാണാനുള്ള കൗതുകം കൊണ്ട് എന്ത് ചെയ്തു? പോയതാണ്. അങ്ങനെ ഓരോ ദിവസം വന്ന് എന്ത് പറഞ്ഞു കൊടുക്കണം? യുദ്ധവർത്തമാനങ്ങൾ രാജാവിന് പറഞ്ഞു കൊടുക്കണം. പക്ഷേ സഞ്ജയൻ പോയിട്ട് ആദ്യത്തെ ദിവസം പോയി, വന്നില്ല.
രണ്ടാമത്തെ ദിവസം വന്നില്ല, മൂന്നാമത്തെ ദിവസം വന്നില്ല. അങ്ങനെ ദിവസം 10 കഴിഞ്ഞു. 10 ദിവസമായിട്ട് ആര് പോകുന്നില്ല. സഞ്ജയൻ ഇങ്ങോട്ട് വന്നില്ല, തിരിച്ചു വന്നില്ല. അങ്ങനെ 10ാമത്തെ ദിവസം, ഇപ്പോൾ യുദ്ധം 10ാമത്തെ ദിവസമായേ. യുദ്ധം 10ാമത്തെ ദിവസം വന്നപ്പം എന്താ ഉണ്ടായിച്ചാൽ നമ്മുടെ ഭീഷ്മർ അർജുനൻ്റെ അമ്പ് കൊണ്ട് വീണു. ഭീഷ്മർ വീണപ്പം ഭീഷ്മരൊക്കെ വലിയൊരു മതിൽ പോലെയുള്ള ആളാണ്. അതൊക്കെ വീണു പറഞ്ഞാൽ പിന്നെ ഇനി ചെറിയ ചെറിയ മതിലേ ഉള്ളൂ. അർജുനൻ്റെ അമ്പുണ്ട്, ഭീഷ്മർ വീണു. 10ാമത്തെ ദിവസം എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ആരും ഓടിപ്പോന്നു. സഞ്ജയൻ ഓടിപ്പോന്നു. ഹതോ ഭീഷ്മ, ഭീഷ്മർ വീണു എന്ന് പറഞ്ഞ് നിലവിളിച്ചും കൊണ്ടാണ് വന്നത്. അപ്പോഴാണ് ധൃതരാഷ്ട്രർക്ക് അയ്യോ എങ്ങനെയുണ്ടായേ കുട്ടി, എങ്ങനെയുള്ളൂ വീണത്, അത്ര വലിയൊരു മഹാത്മാവ് വീഴാൻ വഴിയില്ലല്ലോ, ലോകത്ത് വലിയ കേമനാണ്, പരശുരാമൻ്റെ വരെ ശിഷ്യനാണ്, പരശുരാമനോട് യുദ്ധം ചെയ്ത് ഒക്കെ പുറപ്പെട്ട ആളാണ്, എന്നിട്ട് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചു. ഇദ്ദേഹം കുറേ വിഷമിച്ച് കരഞ്ഞ് നിലവിളിച്ചു. എന്നിട്ടാ ചോദിച്ചത് എന്തൊക്കെ ഉണ്ടായി, എങ്ങനെ ഇദ്ദേഹം വീണെന്ന് വിശദമായിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ സഞ്ജയൻ വിശദമായിട്ട് ആദ്യം മുതൽ യുദ്ധഭൂമിയിൽ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ സംവാദത്തിൻ്റെ ഇടയ്ക്കാണ് എന്ത് വരുന്നത്, ഇതൊന്നും മറക്കരുത് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ട് ഇപ്പം എന്തൊക്കെ മുമ്പ് പറഞ്ഞതല്ലേ, മുമ്പ് പറഞ്ഞതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഭഗവത്ഗീത ക്ലാസ് കേട്ട് ഇവിടുന്ന് പോയവരൊക്കെ നല്ല ഗീത ഒരു പരിജ്ഞാനമുള്ളവർ ആവണം. അല്ലാതെ വക്കും പാലും എന്താ ഇത് എനിക്ക് ശല്യ എവിടുന്ന് ഒന്നും പറയാൻ പാടില്ല ആണ്. നമ്മളൊരു ചോദിച്ചാൽ 10 മിനിറ്റ് കാര്യങ്ങൾ പറയാനൊക്കെ ഉള്ള വകതിരിവും ബോധ്യമുണ്ട്. പഠിച്ചിട്ട് അതാണ് നമ്മൾ എന്ത് പോയിട്ട് പറയും, പഠിച്ചിട്ട് വേണം പറയാൻ. എന്ത് വേണം, പഠിച്ചിട്ട് വേണം, അല്ലാതെ ചെയ്യരുത്. അതിനെ ഭംഗിയുണ്ട്, മിമിക്രി ആവും. അത് എന്താവും, മിമിക്രി വേറെയൊരു ശാസ്ത്രം പറയൽ വേറെയാണ്. മിമിക്രി വെച്ചാൽ എന്താ അർത്ഥം, എന്താ പൂച്ച കരയുമ്പോൾ എത്ര ദിവസം പറയത്, എപ്പോഴും നമ്മൾ മ്യാവൂ മ്യാവൂ പറയൂ. അത് ആ സമയത്ത് ഇങ്ങനെ ഒരു രസം നേരം പോക്കായിട്ട് പറയുക എന്നല്ല, അത് അത്രയേ ഉള്ളൂ അതിന് കാര്യം. നായ കുരയ്ക്കുമ്പോൾ ലേശം നേരല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, ഒക്കെ നമ്മൾ അനുകരിക്കലാണ്. പക്ഷേ ശാസ്ത്രാർത്ഥം അനുകരിക്കലല്ല, അത് അകത്തുനിന്ന് വരേണ്ടതായ വിവരമാണ്. അപ്പോൾ അതിനെ പഠിച്ച് അടുക്കടുക്കടുക്കായിട്ട് പഠിച്ചുറപ്പിച്ച് വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ആ വിവരങ്ങളൊക്കെ കൊടുക്കണം. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം, മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചാൽ ഈ സഞ്ജയൻ രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ആദ്യം മുതലേ ഉണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ അർജുനനും ഭഗവാനും കൂടി ഉണ്ടായ വർത്തമാനം പറഞ്ഞു. ആ വർത്തമാനമാണ് ആര് പറയുന്നത്, റിപ്പോർട്ടഡ് സ്പീച്ച്. എന്താണ് മനസ്സിലായില്ലേ? സഞ്ജയൻ രാജാവിന് പറഞ്ഞു കൊടുക്കണത്, ഭഗവാൻ അർജുനന് പറഞ്ഞു, ഭഗവാൻ അർജുനും കൂടി പറഞ്ഞ വർത്തമാനമാണ് ഇവിടെ കൊണ്ടുവന്ന് ആര് പറയുന്നത്, സഞ്ജയൻ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സഞ്ജയനും രാജാവും കൂടി പറഞ്ഞ വർത്തമാനമാണ് ജനമേജയന് വൈശമ്പായനെ സർപ്പസത്രത്തിൽ പറഞ്ഞു കൊടുത്തത്. സർപ്പസത്രത്തിൽ ജനമേജയന് വൈശമ്പായനൻ പറഞ്ഞു കൊടുത്ത വർത്തമാനമാണ് നൈമിഷാരണ്യത്തിൽ. പ്രാന്തായി എന്തായി സൂതൻ ശവനാഗാദികൾ. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരു രൂപം കിട്ടിയില്ലേ, പറയേണ്ട ആരാടാന്നൊക്കെ. ഇല്ലെങ്കിൽ നമുക്കൊരു വിവരം ഉണ്ടാവില്ല. ഈ രാത്രിയാകുമ്പം ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്പി ഇരിക്കുന്നു, പെട്ടെന്ന് എണീട്ട് പുറത്തേക്കാക്കി അങ്ങനെ ഉണ്ടാവും. കിടന്നുറങ്ങുമ്പോൾ നമ്മളെ വലിച്ചുകൊണ്ടുപോയി മിറ്റത്തൊക്കെ കൊണ്ടുപോയിട്ടു നമ്മൾ എണീട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ നല്ല നിശ ഉണ്ടാവുമോ? ഇപ്പം തന്നെ നിശ ഉണ്ടായിട്ടല്ല, എന്നാലും നമുക്ക് ആ സമയത്ത് ഒരു വിഷയം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്, ഒരു വെപ്രാളല്ലേ ഉണ്ടാവുക. അതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ മഹാഭാരതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ കടലിലൊക്കെ വീണ മാതിരി ഉണ്ടാവും. ഇപ്പം നമ്മൾ അങ്ങനെ ഇല്ല. അപ്പം നമുക്ക് കടലിൻ്റെ ദിക്കേതാ, അങ്ങനെ അങ്ങടെ നീന്തേണ്ടതെന്നൊക്കെ ഇഷ്ടമുണ്ട്. ആ വിവരം ഉണ്ടാവണം, ഒരു ധാരണ ഉണ്ടാവണ്ടേ. ഇതൊക്കെ നമ്മുടെ ഈ മഹാഭാരതം പോലുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ വലിയൊരു മഹിമയാണ് ഇട്ട് പറയുമ്പം തോന്നില്ല. കുറേശ്ശെ പഠിച്ചു വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഒരു പൂർവ്വ സംസ്കാരത്തിൻ്റെ ഭാഗമാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളും വിചാരങ്ങളും ചിന്തകളൊക്കെ ഇവിടെ ഉണ്ടായില്ലേ എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഒരു അഭിമാനം തോന്നും. അതിൻ്റെ പേരാണ് എന്ത്, ആത്മാഭിമാനം എന്ന് പറയും. എന്താ ആത്മാഭിമാനം, അഹങ്കാരമല്ല, ഒരു ആത്മാഭിമാനം വേണം നമുക്ക്, നമ്മളെക്കുറിച്ചിട്ട് ഒരു 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 മഹിമ. അതാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ അർജുനൻ ഈ തൻ്റെ 1-ാം അധ്യായം മുതൽ ഇവിടേക്കുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പം സഞ്ജയ് ഇനി പറയാണ്, സഞ്ജയ ഉവാച. ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ പറഞ്ഞതാണ്. സഞ്ജയ ഉവാച എന്ന് പറഞ്ഞ അർത്ഥം സഞ്ജയൻ പറഞ്ഞു. എന്താ പറഞ്ഞത്, സഞ്ജയൻ പറഞ്ഞ വർത്തമാനാണ് ഇനി 9-ാമത്തെ ശ്ലോകം പറയണു. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. എന്താണ്, ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഞാൻ വരി ഞാൻ ചൊല്ലിത്തരാം. 1-ാമത്തെ വരി ചൊല്ലിക്കോളൂ കേട്ടോ. ഏവമുക്ത്വാ ഹൃഷീകേശം
ഗുഡാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവ.